ഹലോ, വെൽക്കം ബാക്ക് ടു ഓൾ. അപ്പം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ അകത്തെ മനുഷ്യൻ്റെ ഒരു രൂപാന്തരം എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ അതിലെ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്, പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു, ആത്മീയമായിട്ടുള്ളത്, ഭൗതികമായിട്ടുള്ള വേർതിരിവ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു വിഷയത്തോട് ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. അതോടൊപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ളത്, അതായത് ഭൗതികവും ആത്മീയത്തിൽ, അതിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ദൈവം വിശുദ്ധമായിട്ടും അശുദ്ധമായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാലഘട്ടം ഇപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഒരു വിശുദ്ധം അശുദ്ധം എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഇപ്പം നമ്മൾ പഴയ നിയമം മുഴുവൻ നോക്കുവാണെങ്കിൽ ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ അശുദ്ധമായിട്ട് ദൈവം എണ്ണിയ കുറേ കാര്യങ്ങളുണ്ട്, വിശുദ്ധമായിട്ട് എണ്ണി, അങ്ങനെ വേർതിരിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഭൗതികമായ കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം അങ്ങനെ വേർതിരിച്ച ഒരു കാര്യത്തെ, ഇത് അശുദ്ധമാണ്, ഇത് നിങ്ങൾക്ക് പാടില്ല, ഇത് മാത്രമേ നിങ്ങൾക്ക് വിശുദ്ധമുള്ളൂ എന്നൊരു വാക്കും വേർതിരിവും ഉപയോഗിച്ചിട്ടുമില്ല. അപ്പം നമ്മൾ പഴയ നിയമം പുതിയ നിയമം തിരുവെഴുത്തുകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് പ്രാകൃതമായിരുന്നു, രണ്ടാമത്തേതാണോ അതൊരു ആത്മീകമായി, അല്ലെങ്കിൽ ആദ്യത്തേത് ഭൗതികമായ കാര്യങ്ങളിലൂടെ ആയിരുന്നു അതിനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് ആത്മീയമായി മാറുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ പഴയ നിയമം പുതിയ നിയമത്തിന്റെ ഒരു വേർതിരിവ്, ആത്മീയമായിട്ട് ഒരു ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എങ്ങനെയാണ് ദൈവം പടിപടിയായി കാലക്രമേണ ഒരുക്കിയതെന്ന് കാണാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ഇതിൽ നിന്ന് ഈ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ അത് ആ ഒരു കാര്യത്തെ, ആ ഒരു അർത്ഥത്തെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അഹരോന്റെ വംശാവലി, അവിടെ എന്താണ്, പുരോഹിതന്മാർ അല്ലെ, അവർക്ക് മാത്രമാണ് ശുശ്രൂഷ ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ ലേവ്യ 10:10 നമ്മൾ വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മലീനം അല്ലെങ്കിൽ നിർമ്മലം എന്നുള്ള വേർതിരിവ് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത്, അത് എന്താണ്, പുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതന് അവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നു. അതിനൊരു സമയമുണ്ടായിരുന്നു, അതിനെങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് പുറകിൽ ചെയ്യാൻ അനവധി കാര്യങ്ങൾ, ഒരു ചിട്ട പോലെ ചെയ്യാൻ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് തോന്നുന്നത് പോലെ കയറി ചെല്ലാനോ പ്രവേശനമോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് കാണേണ്ടത്? അവിടെ ഒരു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുന്ന ഓരോ വ്യക്തിയും അവിടെ പുരോഹിതനാണ്, അവിടെ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കും. അവിടെ അതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട്, അവിടെ ഇന്ന രീതിയിൽ ഒരു വേർതിരിവ്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിന്ന് പിന്നെ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം അവിടെ ഇല്ല. അവിടെ എല്ലാ ദിവസവും എന്താണ്, ആ ഒരു വ്യക്തി പുരോഹിതനാണ്, തന്നെ ശുദ്ധീകരിച്ച് ജീവിക്കണം. അതുപോലെ തന്നെ ശുശ്രൂഷകൾ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. പിന്നെ കൽപ്പന പ്രകാരം കർത്താവിന്റെ ശരീരവും രക്തവും ഓർമ്മിക്കുന്നത് ആഴ്ച അതൊരു കൽപ്പനയായിട്ടുണ്ട് ദാനം. പക്ഷെ അപ്പോഴും എന്താണ്, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതുപോലെ ശുശ്രൂഷ അല്ലെങ്കിൽ വചന പഠനം, വായന, പ്രബോധനം അല്ലെങ്കിൽ ആത്മാസത്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കൂടി വരുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ വ്യക്തി കർത്താവിൽ തന്നെയാണ്, ആത്മാവിൽ തന്നെയാണ്, ശുശ്രൂഷകളിൽ തന്നെയാണ്, സേവനങ്ങൾ ചെയ്യാൻ ബലമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ ഒരു സമയവും കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് വെറും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഇവിടെ ആത്മീയ തലത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിനുടനീളം അവന് ശ്വാസമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ആ സമയം അത്രയും ചെയ്യേണ്ടതായിട്ടാണ് ദൈവം പുതിയ നിയമത്തിൽ അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഈ വിശുദ്ധം അല്ലെങ്കിൽ മലിനം എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് അശുദ്ധം, ഇത് വിശുദ്ധം എന്ന് വേർതിരിവ് എങ്ങനെയാണ് ദൈവം അതിനെ നോക്കിയിരുന്നത് എന്ന് നമുക്ക് അടുത്ത നോക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ താൻ ജഡത്തിലായിരുന്നപ്പോൾ യേശു എങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയത്, ആ ഒരു ആശയങ്ങളെ യേശു പറഞ്ഞത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കാം, ഒരു സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ പുറത്ത് അകത്തേക്ക് കഴിക്കുന്നത് അതെന്താണ്, നമ്മുടെ വായിൽ കൂടെ അകത്തേക്ക് കഴിക്കുന്നത് അത് വയറ്റിലാണ് ചെല്ലുന്നത്. അതെന്ന് പറയുന്നത് മറപ്പുരയിലേക്കാണ് അത് പോകുന്നത്. അതൊരു ശരീരത്തിന് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റാണ്.
അതൊരിക്കലും ഒരു മനുഷ്യനെ മലിനമാക്കുന്നില്ല എന്ന് യേശു ഇങ്ങനെ അതായത് ഈ പഴയ നിയമത്തിൽ അശുദ്ധം വിശുദ്ധം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പല കാര്യങ്ങളെ തുടച്ചു നീക്കാൻ യേശു സംസാരിച്ച പല ആശയങ്ങളാണ്, മനുഷ്യന് മനസ്സിലാക്കാൻ തക്കവണ്ണം സംസാരിച്ച ആ ഒരു വചന ഭാഗങ്ങളാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വായിൽ നിന്ന് വരുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കണം. അതാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വിശുദ്ധം അശുദ്ധം എന്ന് വേർതിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമ്മൾ നിറക്കുന്നത് അതാണ് നമ്മുടെ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് അവിടെ ചാണകമാണ് നിറക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ പേസ്റ്റിന്റെ കണ്ടന്റ് ഉള്ള ആ ഒരു ശുദ്ധമായ കാര്യം നിറച്ചാൽ മാത്രമേ അത് അതിനൊരു പ്രശ്നം, അല്ലെങ്കിൽ അത് നെക്കുമ്പോൾ പുറത്തേക്ക് എന്ത് വരുന്നത്, പേസ്റ്റ് വരുന്നത്. അതേസമയം അതിലൊരു ചാണകമോ അല്ലെങ്കിൽ അഴുക്ക് വേസ്റ്റ് വെള്ളമാണ് അതിൽ നിറച്ച് വെച്ചിരിക്കുന്നതെങ്കിലും അത് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ ആ ഒരു ചാണകമായിരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ വായ്ക്ക് അകത്തേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു വ്യക്തിയെ വിശുദ്ധൻ അല്ലെങ്കിൽ അതൊരു അല്ലെങ്കിൽ അശുദ്ധമാക്കി തീർക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയ നിയമത്തിലെങ്കിൽ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് വസ്തുക്കൾക്ക്, ഭക്ഷണ രീതികൾക്ക് അല്ലെങ്കിൽ അവരെ പല കാര്യത്തിനും ദൈവം അശുദ്ധം വിശുദ്ധം എന്ന് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഹൃദയമാണ് ദൈവം പരിശോധിക്കുക. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ഒരു വ്യക്തിയുടെ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരു വ്യക്തിയുടെ അകത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല കർത്താവ് നോക്കുന്നത്. ഇപ്പോൾ മനുഷ്യന്മാർ പുറമേ ഉള്ള അല്ലെങ്കിൽ ഒരു ഭൗതികമായ അല്പനേരത്തേക്കുള്ള കാര്യങ്ങളെ നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെയാണ് തൂക്കി നോക്കുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ അങ്ങനെ പല ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു സമയം വരെയായിരുന്നു. അതിനും പല കാര്യങ്ങളുണ്ട്. കാരണം ആ ഒരു സമയത്ത് എന്താ പറയുക, ഭക്ഷണങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം ഭൗതികമായ കുറേ കാര്യങ്ങളിലൂടെയാണ് ദൈവം അതിനൊരു പരിഹാരം നടത്തിയിരുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് അടുക്കുമ്പോൾ തികച്ചും ആത്മീയമാണ്. അവിടെ എന്നേക്കുമായി കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് യാഗമായി തീർന്ന് എല്ലാം ശുദ്ധിയായി, സ്വർഗം ശുദ്ധീകരിച്ചു. അവിടെ ഒരു പാവത്തിന്റെ അംശം പിന്നെയില്ല. അപ്പോൾ എന്താണ്, അവിടെ ആത്മീയമായ ചിന്തയാണ്, ആത്മീയമായ ദൈവത്തോട് ബന്ധം വന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവൻ ആ സമയം മുതൽ അവൻ വിശുദ്ധിയിലാണ്, അവൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ മുഴുവനും എന്തായി, ഒരു അശുദ്ധിയില്ല, ഇതെല്ലാം നീക്കം ചെയ്തിരുന്നത് വിശുദ്ധമായിട്ട് എണ്ണി. അപ്പൊ പല പോരായ്മകളും ഇന്ന് എന്താണ്, അത് മാറി പൂർണ്ണമായിട്ടുള്ളത് അല്ലെങ്കിൽ യോഗ്യമായിട്ടുള്ളത് ആയി തീർന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ 100% പുരോഹിതനാണ് ക്രിസ്ത്യാനി. അവന്റെ പാവങ്ങൾ മോചനം, 100% പാവം മോചനപ്പെടും. അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, അവനിലില്ല. അവനൊരു പുതിയതായി. അവന്റെ ചിന്ത, അവന്റെ കാഴ്ചപ്പാടുകൾ, അവൻ എന്ന വ്യക്തി എല്ലാം അവന് പിന്നീട് പുതിയതാണ്. അപ്പൊ നമ്മൾ അതാണ് മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ കൈ കഴുകുക, ഇപ്പൊ പരീക്ഷന്മാരോടുകൂടെ അല്ലെങ്കിൽ ശാസ്ത്രന്മാരോടൊക്കെ അവൻ എന്താണ് ഇരിക്കുമ്പോൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും യേശു ഉത്തരം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ പുറമേ ഉള്ള കാര്യങ്ങൾക്കാണ് ഇതെല്ലാം നോക്കുന്നത് എല്ലാവരും. പക്ഷെ ഇതെല്ലാം എന്താണ്, ഇങ്ങനെ നോക്കുമ്പോഴല്ല, അപ്പോഴും ദൈവം പറയുന്നുണ്ട് നമ്മുടെ വായ്ക്കകത്തേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തു വരുന്നതാണ് ശ്രദ്ധിക്കണമെന്ന് യേശു അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കാം, നമ്മുടെ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു രോഗം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും, നമ്മളൊരു ശവസംസ്കാരത്തിന് പോകുന്ന ഒരു മൃതദേഹത്തെ തൊടുന്നു, അതൊന്നും നമ്മൾ അശുദ്ധമാക്കുന്നില്ല. നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അശുദ്ധമാക്കുന്നത് എന്താണ്, അവന്റെ വായിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ അവന്റെ നിരൂപണങ്ങളിൽ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അവൻ അശുദ്ധം. അതായത് ഇപ്പം ചതി, ഒരു അത്യാഗ്രഹം, ഒരു ദുർചിന്ത, അല്ലെങ്കിൽ മോഷ്ടിക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പരസംഗം, കുലപാതകം. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അഹങ്കാരം, നുണ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പകയ്ക്കുന്നത്, പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അശുദ്ധമായ ഭൗതികമായ കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അതല്ലാതെ അവൻ കൈ കഴുകാതെ ഒന്ന് ഭക്ഷണം കഴിച്ചെന്നോ, അല്ലെങ്കിൽ അവനൊരു മൃതദേഹത്തെ തൊട്ടുവെന്നോ, അല്ലെങ്കിൽ അവനൊരു രോഗം വന്നെന്നോ, അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗം വന്നെന്നോ, അല്ലെങ്കിൽ അവൻ ഇന്ന ആഹാരം കഴിച്ചെന്നോ എന്നോർത്തോണ്ട് ഒരിക്കലും എന്താണ് അവൻ അശുദ്ധനാകുന്നില്ല. അതൊരു മലിനമായി തീരുന്നില്ല, അത് പാപമായി തീരുന്നില്ല.
പക്ഷെ അവന്റെ ഹൃദയത്തിൽ, അവൻ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ, അവന്റെ പ്രവൃത്തികളിൽ ഒരു പാപചിന്തയുണ്ടെങ്കിൽ അതവനെ അശുദ്ധമായിട്ട്, അതവന് പാപമായിട്ടെണ്ണും. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വായിക്കാം, മർക്കോസ് 7:18 മുതൽ 23 വാക്യങ്ങൾ, മർക്കോസ് 7:6 മുതൽ 7 വാക്യങ്ങളൊക്കെ എന്താണ് നമ്മളൊന്ന് വായിച്ച് പരിശോധിക്കുക. ഈ ഒരു വീഡിയോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കുക ഈ വാക്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ പുതിയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം അല്ലെങ്കിൽ നിർമ്മലീകരിക്കുക അല്ലെങ്കിൽ മലിനമായത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അല്ലെങ്കിൽ വാതിലത്തിലൂടെ സംസാരിക്കുന്നതാണ്. അവന്റെ ഹൃദയ നിരൂപണങ്ങൾ ഒരു പാപത്തിന്റെ കറയുണ്ടെങ്കിൽ മാത്രമാണ് അത് അശുദ്ധമായിട്ട് മാറുന്നത്, അവന് പാപമായിട്ട് എഴുതുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജഡത്തെ അല്ല പുതിയ നിയമത്തിൽ നോക്കുന്നത്, ജഡത്തിന്റെ മറ്റുള്ള ഭൗതികമായ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് പൂർണ്ണ നല്ല ഒരു മനസാക്ഷിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ പഴയ നിയമത്തിൽ അത് അശുദ്ധം എന്ന് എണ്ണിയതായിരിക്കാം, ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് സാഹചര്യം കൊണ്ട് നമുക്ക് അത് കഴിക്കേണ്ടി വരുന്നതോ അതെല്ലാം ചിലപ്പോൾ പഴയ നിയമത്തിൽ അതൊരു നിയമമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജഡത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ജഡത്തിന്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചല്ല പുതിയ നിയമത്തിൽ വരുന്ന ആത്മീകമായ കാര്യങ്ങളാണ്. ആത്മീയമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, അവിടെയാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്, നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നമ്മൾ സ്നേഹിക്കുകയും സുശേഷം അനുസരിക്കുകയും ചെയ്യുക. നമ്മുടെ ഹൃദയത്തിലെ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കുക. സ്നേഹം, ഒരാളോട് നമ്മൾ കരുണ കാണിക്കുന്നത്, ഒരു ദയ കാണിക്കുന്നത്, ഹൃദയശുദ്ധിയോടെ പെരുമാറുന്നത്, അവരെ കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക, അവരെ കരുതുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ആ ഒരു അനുസരണത്തിന് ദാസന്മാരാക്കി ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്ത് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് ജീവിക്കാൻ, നമ്മുടെ ഹൃദയത്തിന്റെ പുറത്തേക്ക് വരുന്ന നമ്മുടെ അദ്രത്തിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകളെ സൂക്ഷിച്ച് നമ്മൾ എന്ത് സംസാരിച്ചാലും സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ച് സംസാരിക്കുക. ദൈവത്തിന് ഇഷ്ടപ്പെടുമോ, ദൈവത്തിന് അത് വേദനിപ്പിക്കുന്നതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് സംസാരിക്കുക. കാരണം പുതിയ നിയമത്തിൽ എന്താണ്, ശരിക്കും അകത്തേക്ക് പോകുന്നതല്ല, നമ്മുടെ അതിർത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ വിശുദ്ധർ അല്ലെങ്കിൽ അശുദ്ധമായിട്ട് അവിടെ മാറുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ ഭൗതിക വസ്തുക്കളാണ് അശുദ്ധമായിട്ടും വിശുദ്ധമായിട്ടും വേർതിരിച്ച് ദൈവം പറഞ്ഞതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെന്താണ്, നമ്മുടെ അതിർത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്, നമ്മുടെ ഫലമാണ്. നമ്മളൊരു ക്രിസ്ത്യാനി ആയിരിക്കെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ആ ഫലത്തിൽ നിന്നാണ് അത് വിശുദ്ധമുള്ളതാണോ അശുദ്ധിയാണോ അല്ലെങ്കിൽ പാപമായിട്ടാണോ കണക്കിടുന്നത് അല്ലെങ്കിൽ അത് നന്മയ്ക്കായിട്ടാണോ, അപ്പോൾ അത് നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്നെല്ലാം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ആദരത്തിന്റെ സംസാരങ്ങൾ കൊണ്ടാണ് അതിനെ അശുദ്ധം വിശുദ്ധമായിട്ട് എണ്ണുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിക്കുക. അപ്പൊ ദൈവം എങ്ങനെയാണോ ഇതിനെ കാണുന്നത് അതുപോലെ തന്നെ നമ്മളും മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു കാര്യത്തെ അംഗീകരിക്കുക. ഇന്ന് പഴയ നിയമത്തിലെ കാര്യങ്ങൾ അതെല്ലാം നമുക്കൊരു വായിക്കുക, മനസ്സിലാക്കുക, അതങ്ങനെയായിരുന്നു. ഇന്ന് ആ ഒരു നിലവാരത്തിൽ നിന്ന് നമ്മൾ ആത്മീയമായിട്ട് എത്രയോ വലിയൊരു കാര്യത്തിലേക്കാണ് ദൈവം എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ എന്തിനായി നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. നമുക്ക് എന്ത് ഫ്രീഡം ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ ഒരു ഹിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രസാദത്തിനായിട്ട് അത് മാറ്റണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കുക, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ സൂക്ഷിക്കുക. അവിടെയാണ് നമ്മൾ ശുദ്ധി അശുദ്ധി ആ ഒരു നിർമ്മലം അല്ലെങ്കിൽ മലിനം എന്നുള്ളത് ദൈവം കണക്കിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ കാത്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശീലിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക്